ഖദറിൻ്റെ രാത്രിയിൽ ഖുർആൻ ഇറങ്ങാൻ കൂടി അള്ളാഹു തആല ആ രാത്രി തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ 2 ഷറഫ് കൂടെ വന്നു. ഒന്ന് ഖദറുണ്ട് പ്ലസ് വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ കൂടി ആ രാത്രി അള്ളാഹു നിശ്ചയിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവി ചോദിച്ചു, ലൈലത്തുൽ ഖദറാണ് ഒരു ദിവസം എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിനെ പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ടോ ചോദിച്ചപ്പോൾ അവിടെ സ്ഥിരപ്പെട്ട് വന്നൊരു പ്രാർത്ഥന എന്നത് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. അത് അങ്ങനെ തന്നെ സ്ഥിരപ്പെട്ട് വന്നതാണ്. അപ്പോൾ ആ പ്രാർത്ഥനകൾ നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ 10 രാത്രി സമയത്ത് എത്രയും വർദ്ധിപ്പിക്കാം. അതുപോലെ മറ്റു പ്രാർത്ഥനകളും നമുക്ക് പ്രത്യേകമായി കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അവസാന 10 ഇത്തിക്കാഫ് പോലെ തന്നെ ആ ഇത്തിക്കാഫിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ സ്വതന്ത്രമായും എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുണ്യവും ആ ലൈലത്തുൽ ഖദറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനെ ഉപയോഗപ്പെടുത്തേണ്ട രീതികളും രൂപങ്ങളും എല്ലാം ഇൻഷാ അല്ലാഹ് അതും ഈ റമദാനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അത് വിശദീകരിക്കും. ലൈലത്തുൽ ഖദർ അത് വലിയ പുണ്യമുള്ളതാണ് എന്നത് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. സൂറത്തുൽ ഖദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. അഥവാ ലൈലത്തുൽ ഖദർ എന്നുള്ളത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവാണ്. അതിൻ്റെ പ്രത്യേകത ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവാണ്. അതോടൊപ്പം തന്നെ അന്ന് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജ്ർ. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സൂര്യോദയം അല്ലെങ്കിൽ പ്രഭാതോദയം വരേക്കും അന്ന് സമാധാനമായിരിക്കുമെന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു. അപ്പോൾ അതാണ് മൊത്തത്തിൽ പറയുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് അതിൻ്റെ മഹത്വം എന്നുള്ള ഇനി കൂടുതൽ വിശദീകരിക്കാതെ തന്നെ കാര്യം മനസ്സിലാക്കാം. എന്നാൽ ചില ആളുകളെങ്കിലും ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറങ്ങിയതോടുകൂടി അത് അവസാനിച്ചിട്ടുണ്ട്, ഇഞ്ഞതുണ്ടാകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടത്തുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഓതിയിട്ടുള്ള ആയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ലൈലത്തുൽ ഖദർ അത് നിലനിൽക്കുന്നതാണ് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിലിപ്പോൾ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ തനസ്സലുൽ മലായികത്തു എന്ന് പറഞ്ഞത്, തനസ്സലു എന്നുള്ളതിൽ ആ താ ഒഴിവാക്കിയിട്ടുള്ള പ്രയോഗമാണ് തനസ്സലു എന്ന്. അവർ ഇങ്ങനെ ഓതും, തനസ്സലൽ മലായികത്തു, മലക്കൾ ഇറങ്ങി എന്നോതും. മാളിയായ ഫെയിലല്ല അത് മുലാരിയായ ഫെയിലാണ്. അത് അറബി ഭാഷയിൽ ഈ തത്തഫ അൽ എന്ന് പറയുമ്പോൾ അവിടെ ആ താ എന്താക്കാണ്ട് ഒഴിവാക്കിക്കൊണ്ട് പറയുന്ന ഒരു പൊതു രീതിയുണ്ട്. ആ രീതിയുമായി ബന്ധപ്പെട്ടാണ് തനസ്സലു എന്ന പദപ്രയോഗം. അന്തർത്തുക്കുന്നാലും തലല്ല എന്ന് പറയുമ്പോൾ തത്തലല്ല എന്നാണ്, തലല്ല എന്നാണ് പ്രയോഗിച്ചത്. എന്നതുപോലെ തന്നെ ഇവിടെ തനസ്സലു എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇലാ യൗമിൽ ഖിയാമത്ത് നാൾ വരെ അതെന്താവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൈലത്തുൽ ഖദർ എന്താണെന്ന് അറിയിച്ചു കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് വഴിയിൽ വെച്ച് 2 ആളുകൾ തർക്കിക്കുന്നത് കാണുകയും അവിടെ തർക്കം പരിഹരിച്ചപ്പോഴേക്കും അത് മറന്നു പോവുകയും ചെയ്തു എന്ന സംഭവം കാണാം. അപ്പോൾ അത് ഖുർആൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഹദീസിന് അത് എതിരുമാണ്. കാരണം എന്താ വെച്ചാൽ അത് മറ്റു സമയത്ത് അത് ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അത് വേറെ ആളുകൾ പിന്നെ ഒരു വഴി മറന്നു പോവോ ചോദിക്കലുണ്ട്. അത് സ്വാഭാവികമാണ്. അന്നത്തെ ദിവസം മാത്രം പിന്നെ ആളുകൾ അതിൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യവും മറ്റൊക്കെ ഉണ്ട്. രണ്ടാമത്തത് ഹുസൂമത്ത്, തർക്കം കൊണ്ട് വലിയ ഖൈറുകൾ എന്താവും നഷ്ടപ്പെടുമെന്നും പണ്ഡിതന്മാർ ഇതിലൂടെ പഠിപ്പിച്ചൊക്കെ കാണാൻ പറ്റും. അതും ഒരു ശരീഅത്തിൻ്റെ മറ്റൊരു എന്താണ് പറയുക കാര്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്തൊരു ചർച്ച ലൈലത്തുൽ ഖദറിനെ കുറിച്ച്, ഇത് റമദാനിലല്ല. ലൈലത്തുൽ ഖദർ അത് ഷഅബാൻ 15-നാണെന്നൊക്കെ പറയാൻ വേണ്ടി പല ആളും ശ്രമിക്കാറുണ്ട്. ഒരിക്കലല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞു. അത് ആ ആയത്തും അതുപോലെ തന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്തും കൂടി ജംപ് ചെയ്യുമ്പോൾ റമദാനിൽ തന്നെയാണ് ലൈലത്തുൽ ഖദർ ഉള്ളതെന്ന് കിട്ടും. അതുപോലെ തന്നെ റമദാനിലെ അവസാനത്തെ 10 നിങ്ങളതിനെ തേടുക, അതുപോലെ തന്നെ ഒറ്റയിട്ട രാവുകൾ നിങ്ങളതിനെ തേടുക എന്ന ഹദീസുകളിൽ വന്ന നിലക്ക് തന്നെ അത് റമദാനിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റമദാനിൽ ആണെന്ന് പറയുമ്പോൾ പിന്നെ ഏത് സമയത്ത് എന്നുള്ളിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് ലൈലത്തുൽ ഖദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം റമദാൻ്റെ തുടക്കത്തിൽ ഇഅ്തികാഫിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, മധ്യത്തിലിരുന്ന സാഹചര്യത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദർ അവസാനത്തെ 10-ലാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മാത്രമേ ഇഅ്തികാഫിരുന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ മരിക്കുന്ന വർഷം 2 10കളിൽ ഒന്നിച്ച് എന്തായിട്ടുണ്ട് ഇഅ്തികാഫിരുന്നതും അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റമദാനിലാണ് അതുള്ളത് എന്നതും, രണ്ടാമത്തെ റമദാനിലെ അവസാനത്തെ 10 നിങ്ങളതിനെ തേടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ തേടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒറ്റയിട്ട രാവുകളാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി ഇരട്ടയിട്ട രാവുകളിൽ വരില്ല എന്നല്ല, എന്ന് പ്രത്യേകം എന്താകുന്നുണ്ട്,
പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. കൂടുതൽ സാധ്യത ഒറ്റയുള്ള രാവുകളിലാണ് എന്നതാണ്. അതായത് 21, 23, 25, 27, 29 പോലെയുള്ള ഒറ്റയിട്ട രാവുകളിലാണ് കൂടുതലും സാധ്യതയുള്ളത്. അതിന് ഒറ്റയല്ലാത്ത സമയത്തും ഉണ്ടാകാം. ചില ആളുകൾ ആ ഒറ്റയിട്ട രാവുകളിൽ മാത്രം എന്താവും ഈ ഖിയാമുൽ ലൈലിനും മറ്റും അല്ലെങ്കിൽ തറാവിസ്കരിക്കാനും ഒക്കെ വരുന്നത് കാണാൻ സാധിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പറ്റുമെങ്കിൽ പകൽ സമയത്ത് ഇത്തികാഫിരിക്കാനും അതിന് ഒഴിവില്ലാത്ത ആളുകൾ രാത്രി സമയങ്ങളിൽ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവസാനത്തെ 10 മുഴുവൻ രാത്രികളിലും ആ നിലക്ക് തന്നെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തികാഫിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ചർച്ച ലൈലത്തുൽ ഖദറിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത് എല്ലാ വർഷവും ഒരേ ദിവസം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അവിടെ പണ്ഡിതന്മാർ പറയുക സ്വഹീഹു അന്നഹ തതനഖലു, അതിൻ്റെ ശരിയായ നിലപാട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഫതകൂന ആമൻ ലൈലത്തുൽ ലൈല 21 വ ആമൻ എന്താണ് 29, ഒരു കൊല്ലം ചിലപ്പോൾ എന്താകാം 21-നാകാം, ചിലപ്പോൾ 29-നാകാം, 25-നാകാം. അതിനുള്ള തെളിവ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് ഉദ്ധരിച്ച ലൈലത്തുൽ ഖദർ കിട്ടി എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇന്നലെ ലൈലത്തുൽ ഖദർ ആയിരുന്നു, ഇന്ന അടയാളം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ വ്യത്യസ്ത ദിവസങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൊല്ലം 23-നാണ് അത് സംഭവിച്ചത്, പിറ്റത്തെ കൊല്ലം 25-നായിരുന്നു, പിറ്റത്തെ കൊല്ലത്തിന് 27-ലായിരുന്നു. പല അടയാളങ്ങളും പറഞ്ഞ പല ഹദീസുകളും പല രൂപത്തിലുള്ള. ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഇതൊക്കെ എല്ലാം കൂടി ജമ്മ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ അത് ഓരോ വർഷത്തെ സാഹചര്യങ്ങളെയാണ് അതിലൂടെ വിശദീകരിച്ചത് എന്നതാണ് അതിനെ ജംഅ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഈ കൊല്ലപ്പോൾ ഇനി ഒറ്റയിട്ട് രാവിലെ അടുത്തല്ലോ ചിലപ്പോൾ ഇരട്ടയിലാകാം, അങ്ങനെയൊക്കെ അത് സംഭവിക്കാം. അതുകൊണ്ട് അവസാനത്തെ 10 പൊതുവെ നമ്മൾ അതിനെ പ്രതീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് ലൈലത്തുൽ ഖദർ എന്നുള്ള പേര് കിട്ടിയതെന്നാണ്. അത് 2-3 ചർച്ചകളാണുള്ളത്. അതിൽ പ്രധാനമായി ഒന്നാമത്തെ ചർച്ച എന്താ വെച്ചാൽ ഖദർ നമ്മൾ ഖദറിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഒരു മനുഷ്യൻ്റെ ഒരു വർഷത്തേക്കുള്ള ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള അവന് എവിടെ നിന്ന് അധ്വാനിക്കും, എവിടെയൊക്കെ പോകും, എന്തൊക്കെ തിന്നും, എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അത് മുൻകൂട്ടി രേഖപ്പെടുത്തുന്ന നമ്മുടെ രേഖപ്പെടുത്തലുകൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഒന്ന് എന്താണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മുടെയൊക്കെ നമ്മളെ അമ്മേൻ്റെ ഗർഭപാത്രത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു രേഖ ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ ഓരോ മനുഷ്യൻ്റെ ആയുസ്സിലെ ഒരു എന്താണ് വർഷം, അടുത്തൊരു വർഷത്തെ കാര്യങ്ങൾ പുനഃക്രമീകരിക്കുന്നതൊക്കെ പറയുന്ന രൂപത്തിൽ രേഖപ്പെടുത്തുന്നൊരു അതെ ആ സംഭവം നടക്കുന്നത് ഈ ദിവസമാണ് എന്നതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് ആ പേര് കിട്ടിയതെന്നാണ്. രണ്ടാമത്തെ ഒരു ചർച്ച എന്താ വെച്ചാൽ ഖദർ എന്ന് പറഞ്ഞാൽ ഷറഫ് എന്നുള്ള അർത്ഥമുണ്ട് അറബി ഭാഷയിൽ. മഹത്വം എന്നൊക്കെ പ്രതിഫലം അല്ല ഷറഫ് തന്നെ മഹത്വം അൽമ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറയുമ്പോൾ മറ്റു രാവ് ഒരൊറ്റ രാവിനാണ് എന്ത് പറഞ്ഞത് 1000 മാസങ്ങളേക്കാൾ മഹത്വം എന്ന് പറഞ്ഞത് ഖൈറും മിൻ അൽഫി ഷഹർ. അപ്പോൾ ആ നിലക്ക് ഫളിൽ എന്നുള്ള നിലക്ക് ലൈലത്തുൽ ഖദർ ഫളിലുള്ള മഹത്വമുള്ള രാവ് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ലൈലത്തുൽ ഖദർ എന്നൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൽ പിന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദറിന് വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകം ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവി ചോദിച്ചു ലൈലത്തുൽ ഖദറാണ് ഒരു ദിവസം എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിനകത്ത് പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ടോ ചോദിച്ചപ്പോൾ അവിടെ സ്ഥിരപ്പെട്ട് വന്നൊരു പ്രാർത്ഥന എന്നത് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. അത് അങ്ങനെ തന്നെ സ്ഥിരപ്പെട്ട് വന്നതാണ്. അപ്പോൾ ആ പ്രാർത്ഥനകൾ നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ 10 രാത്രി സമയത്ത് എത്രയും വർദ്ധിപ്പിക്കാം. അതുപോലെ മറ്റു പ്രാർത്ഥനകളും നമുക്ക് പ്രത്യേകമായി കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പ്രത്യേകം വന്നിട്ടുണ്ട്. അഥവാ ഈമാനോടും എഹ്തിസാബോടും കൂടി അഥവാ വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ലൈലത്തുൽ ഖദറിൽ ഒരാൾ പ്രത്യേകമായിട്ട് ഒരാൾ ഖിയാമുൽ ലൈൽ നിർവഹിക്കുകയാണെങ്കിൽ രാത്രി നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും എഴുത്തികാഫിൽ നമ്മൾ പ്രാർത്ഥന, നിസ്കാരം, ഇസ്തിഗ്ഫാർ, തൗബ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതലായിക്കൊണ്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തികാഫ് ഇരിക്കാൻ കഴിയാത്ത സ്ത്രീകളുണ്ടാവും, അഥവാ ആർത്തവം ഉണ്ടായിട്ടും മറ്റു കാര്യങ്ങൾ കണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടണതിന് ഒരു പ്രശ്നമില്ല. അവർ വീട്ടിൽ രാത്രി സമയത്ത് ഇബാദത്തിൽ മുഴുകിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആർത്തവകാരികൾക്ക് നിഷിദ്ധമായ ഇബാദത്ത് പറഞ്ഞാൽ ഒന്നിപ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല, എന്നാലും അവർക്ക് പ്രാർത്ഥിക്കുന്നതിനോ അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ ഇതാക്കുന്നതിനോ ഹിഫ്ളിലുള്ള ഖുർആനിനെ എടുത്ത് ഓതുന്നതിനോ ഇനി അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞാണ് മൊബൈൽ ഫോൺ പോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് ഖുർആൻ നോക്കി ഓതുന്നതിനൊന്നും വിരോധമില്ല. മുസ്ഹഫ് തൊട്ടുകൊണ്ട് മുസ്ഹഫ് സ്പർശിക്കുക എന്നുള്ള വിഷയമാണ് ഇവിടെ തർക്കത്തിലുള്ള കാര്യം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് എന്താക്കാം
ആ സമയത്ത് വീട്ടിൽ വെച്ച്, അതായത് അവസാനത്തെ 10 എന്ന് പറയുമ്പോൾ അഹിയ ലൈലഹു വ ഐഖല അഹ്ലഹു, രാത്രി സജീവമാക്കി കുടുംബക്കാരൊക്കെ വിളിച്ചുണർത്തുമായിരുന്നു നബി എന്ന് പറയുമ്പോൾ ഈ ഒരു രാത്രിക്കാണ് 83 വർഷത്തേക്കാൾ 1000 മാസത്തേക്കാൾ കൂലി അള്ളാഹു തരാമെന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി അത് നമ്മൾ തേടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിച്ചാൽ മഹാഭാഗ്യമാണ് ലഭിക്കുന്നത്. അത് തടയപ്പെടുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് തടയപ്പെട്ട ആളുകൾക്കാണ്. അത് തടയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ റമദാൻ മൊത്തം തടയപ്പെട്ടതുപോലെയാണ് ആ കാര്യമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു അവതരിപ്പിക്കാൻ അഥവാ ദുനിയാവിൽ അവതരിപ്പിച്ച വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഏറ്റവും ഹൈറായ സൃഷ്ടിക്ക്, ഏറ്റവും ഹൈറായ ഉമ്മത്തിന്, ഏറ്റവും ഹൈറായ മാസത്തിൽ, ആ അവതരിപ്പിച്ച മാസത്തിലെ ഏറ്റവും ഹൈറായ രാവിൽ തന്നെ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്കുണ്ടാണ് ഹൈറത്ര എന്നുള്ളത്. അതുകൊണ്ടാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് പറഞ്ഞത്. ആ ഒരു നിലക്ക് തന്നെ ഈ ലൈലത്തുൽ ഖദ്ർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറഞ്ഞിട്ട് ഖുർആനിൻ്റെ ആളുകളായി ആ ഖുർആനിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. 2 കാര്യം നമുക്ക് ചേർത്തി പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ വർഷവും ലൈലത്തുൽ ഖദ്ർ ഇങ്ങനെ ദിവസങ്ങൾ മാറി വരാം. അപ്പോൾ ആളുകൾ പൊതുവെ ചോദിക്കും ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ, അപ്പോൾ അത് മാറുമല്ലോ, അത് അന്ന് ഇറങ്ങിയിട്ടുള്ളൂ, പിന്നെ അങ്ങനെ ഇപ്പോൾ എല്ലാ വർഷവും മാറുക. അതായത് പറഞ്ഞ പോലെ ഇത് ഖദ്റിൻ്റെ രാത്രിയാണ്. അല്ലാഹു തആല ഓരോ വർഷത്തേക്കും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും പ്രത്യേകമായി നിശ്ചയിച്ച് കണക്കാക്കി മലക്കുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രാത്രിയാണ്. അത് അള്ളാഹുവിൻ്റെ മശിയത്ത് പ്രകാരം ഏത് ദിവസവും ആകാം. ഖുർആൻ ആദ്യമായി ഇറങ്ങിയത് ലൈലത്തുൽ ഖദ്റായിരുന്നു എന്ന് വെച്ചാൽ ആ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ എന്നാണോ അന്നിറങ്ങി. ഖുർആൻ ഇറങ്ങിയത് കൊണ്ടല്ല മഹത്വം ഉണ്ടായത്. ഖുർആൻ ഇറങ്ങിയത് ആ രാത്രിയിലാണ്, ഖദ്റിൻ്റെ രാത്രിയാണ്. ഖദ്റിൻ്റെ രാത്രിയിൽ ഖുർആൻ ഇറങ്ങാൻ കൂടി അല്ലാഹു തആല ആ രാത്രി തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ 2 ഷറഫ് കൂടെ വന്നു. ഒന്ന് ഖദ്റുണ്ട് പ്ലസ് വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ കൂടി അത് രാത്രി അല്ലാഹു നിശ്ചയിച്ചത്. അപ്പോൾ അന്നത്തെ വർഷം ഖുർആൻ ആദ്യമായി ഇറങ്ങിയ വർഷം 21-നോ 23-നോ 25-നോ 26-നോ എന്നാണോ അല്ലാഹു തആല നിശ്ചയിച്ചത് അന്നത് ഇറങ്ങി. ഇനി എല്ലാ വർഷവും ഖദ്റിൻ്റെ രാത്രി ആ രാത്രി ആവണമെന്നുണ്ടോ? ഇല്ല. അതിൽ പറഞ്ഞ പോലെ അവസാനത്തെ 10 ഏതും ആൾ ഇത് വെച്ചുകൊണ്ട് ആളുകൾ ചോദിക്കും ഖുർആൻ ഇറങ്ങി ഒറ്റ രാത്രിയിലുള്ളൂ, അതെങ്ങനെ എല്ലാ വർഷവും ഇനി മാറി മാറി വരിക എന്ന്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ ആ രാത്രി കൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ അതെല്ലാം ഉണ്ടായത് എന്നാണ് ആളുകൾ ധാരണ. അല്ല, ഓരോ വർഷത്തെയും ഖദ്ർ രാത്രിയിൽ ഖദ്ർ നടക്കുന്നുണ്ട്, ഒരുപാട് ഖൈറുകൾ നടക്കുന്നുണ്ട്. അത് റബ്ബിൻ്റെ മശിയത്തെ പ്രകാരം അല്ലാഹു തആല നിശ്ചയിക്കുന്നു. ആ റമദാനിൽ ഏത് സമയത്താണ് ഏത് ദിവസത്താണ് ഇത് റബ്ബ് കണക്കാക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ 27-ാം രാവ് അല്ലെങ്കിൽ 25-ാം രാവ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ 26-ന് നോമ്പ് തുറന്നത് മുതൽ മഗ്‌രിബ് മുതലുള്ള സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അതാണ് 27-ാം രാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്ക് പിടിച്ചപ്പോൾ 26 സുബഹി മുതൽ തന്നെ ആളുകൾ 27 രാവായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ വ്യാപകമായ ആളുകൾ ഭിക്ഷയ്ക്ക് ഇറങ്ങുക. അന്ന് സ്വതക്കൻ്റെ സമയമാണ് 27 രാവ് വന്നിട്ട് 26 സുബഹി കേൾക്കുമ്പോഴേ കാണാം ആളുകൾ ഭയങ്കര പ്രകടനം പോലെ ഒന്നായി ആൾ ഇറങ്ങി വിടുവിടന്തരം കയറി. ഒന്ന് യാചന ഒരിക്കലും പാടില്ല. എന്നിട്ട് 27 രാവിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ട് ആളുകൾ കൊടുക്കുന്നതിൽ തന്നെ കൊടുത്തു. അത് 27 രാവല്ല, അത് 26-ാം പകലാണ്. ആ പകൽ കൊടുത്തിട്ട് 27 രാവിലെ ഗുരുട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി ഭാഗ്യ നഷ്ടമാണ് എന്ന് കൂടി നമ്മളിതിൽ കൂട്ടി മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ്. അതായിരുന്നാലും റമദാനിനെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അവസാന 10-ലുള്ള ആ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ അതിൻ്റെ ഏറ്റവും നല്ല നല്ല സമയങ്ങൾ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരാധനകളിൽ മുഴുകേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം ഈ റമദാനിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബദറുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനാചാരങ്ങളും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളും എല്ലാം നമ്മൾ സവിസ്തരം ഇവിടെ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ അവസാനം ഷിബി സലൈഹി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഈ ഖൈറാത്തുകളെക്കുറിച്ചെല്ലാം ഈ ഖൈറുകളെക്കുറിച്ചെല്ലാം കേട്ടിട്ടും അത് നമുക്ക് തടയപ്പെടുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി വേണം ഇനിയുള്ള നന്മയുടെ ഈ ദിനരാത്രങ്ങളെ നമ്മൾ സമീപിക്കാൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കേൾക്കുന്നതിൻ്റെ അപ്പുറം ജീവിതത്തിൽ പകർത്താനുള്ള മഹാ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ചർച്ച താൽക്കാലികമായി ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ 3 വിഷയങ്ങളുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഒരുമിക്കാം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.